രണ്ടാമത് നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം വന്ന ഒരു കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. അതായത് കായംകുളത്ത് അവിടെ 20 ചെറുപ്പക്കാരെ കുറേ അധികം ചെറുപ്പക്കാരെ പോലീസ് കഞ്ചാവ് കേസിൽ പിടിക്കുന്നു. അവരുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുക്കുന്നു. കഞ്ചാവ് കൈവശം വെച്ചതിന് അവർക്കെതിരെ FIR ഇടുന്നു. അതിലൊരു പ്രതി കായംകുളത്തെ MLA U പ്രതിഭയുടെ മകനാണ്. അപ്പോൾ സ്വാഭാവികമായും MLAയുടെ മകൻ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ രംഗത്ത് പ്രവർത്തിക്കുന്ന സജീവമായി നിൽക്കുന്ന പ്രമുഖരായ ആളുകളുടെ മക്കൾ കേസിൽപ്പെടുമ്പോൾ അത് ആ നിലയ്ക്കും കൂടി വാർത്തയാവുക, വാർത്തയിൽ ആ ഭാഗം കൂടി വരിക എന്ന് സാധാരണയാണ്. പിണറായി വിജയൻ്റെ മകൾ എന്തെങ്കിലും വിവാദത്തിൽപ്പെട്ടാലോ അതിൽ ഉമ്മൻചാണ്ടിയുടെ മകനോ മകളോ പെട്ടാലോ ഒക്കെയും വാർത്തയാവുക സ്വാഭാവികമാണ്. അപ്പോൾ ആ നിലയ്ക്ക് U പ്രതിഭയുടെ മകൻ അതിലുണ്ട് എന്ന നിലയ്ക്കാണ് മാധ്യമങ്ങൾ വാർത്ത വന്നത്. പിന്നീട് മാധ്യമങ്ങൾക്കെതിരെ വലിയ വിമർശനവുമായിട്ട് U പ്രതിഭ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നു. അതിനുശേഷം മാധ്യമങ്ങൾ അവരുമായി സംസാരിക്കാൻ ചെല്ലുന്നു. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലുള്ള വാക്കുതർക്കം പോലും ഉണ്ടാകുന്നു. U പ്രതിഭ മാധ്യമങ്ങൾക്കെതിരെ കനത്ത ഭാഷയിലുള്ള തൻ്റെ വിമർശനം അഴിച്ചുവിടുന്നു. ഒരു ഘട്ടത്തിൽ അവരുടെ വിമർശനം മാധ്യമങ്ങൾ ഓരോന്നിനെയും പേരെടുത്ത് ഓരോ തരത്തിലുള്ള വിമർശനത്തിലേക്ക് പോകുന്നു. മീഡിയ വണ്ണിനെ കുറിച്ച് പറയുമ്പോൾ മീഡിയ വണ്ണിൻ്റെ ആലപ്പുഴയിലെ ലേഖൻ അവരുടെ സുഹൃത്താണെന്ന് പറയുകയും മീഡിയ വൺ തനിക്കെതിരെ തൻ്റെ മകനെതിരെയും വാർത്ത കൊടുക്കുന്നതിന് പിന്നിൽ മതപരമായ താല്പര്യങ്ങളുണ്ടോ എന്ന സംശയമൊക്കെ ധ്വനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ പറയുന്നു. അസാധാരണവും വിചിത്രവുമായ പ്രതികരണം കൊണ്ടുകൂടിയാണ് U പ്രതിഭ ഈ കേസിൽ ശ്രദ്ധേയായത് എന്നുകൂടി നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് U പ്രതിഭയുടെ പ്രതികരണം എന്ന് പറയുന്നത് അവർ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പ്രതിരോധിക്കാൻ എടുത്ത സ്ട്രാറ്റജി എന്തുമാത്രം ധാർമ്മികമാണ്, അതിനകത്ത് എന്തുമാത്രം ശരിയുണ്ട്, യുക്തിയുണ്ട്, ഭംഗിയുണ്ട് എന്ന വിഷയം സംസാരിക്കുകയാണ്. പ്രത്യേകമായും മീഡിയ വണ്ണിനെ സംബന്ധിച്ച് അതിനകത്ത് സംസാരിക്കാൻ ഒരു കാര്യമുണ്ട് എന്നതുകൊണ്ടുകൂടിയാണ്. ദൗസാബിന് എന്താണ് തോന്നുന്നത്? ഇപ്പം U പ്രതിഭ അതിനകത്തെടുത്ത ഡിഫൻസിൽ എന്തുമാത്രം ശരി വഴിയുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പാളിച്ച ഉണ്ടെന്നാണ് തോന്നുന്നത്? ഇതിൽ നിഷ നമ്മൾ ആദ്യം ക്ലാരിറ്റി വരുത്തേണ്ട ഒരു കാര്യം, ഇപ്പം ഈ ആലപ്പുഴ തകഴിയിൽ ഏതൊരു പാലത്തിൻ്റെ അടുത്തോ മറ്റോ കുറച്ച് ചെറുപ്പക്കാരെ എക്സൈസ് പിടികൂടണം. പോലീസല്ല, എക്സൈസ് പിടികൂടുകയാണ്. അവരുടെ നിന്ന് ഈ സബ്സ്റ്റൻസ് നിരോധിത ലഹരി വസ്തുക്കൾ അവരിന്ന് പിടികൂടി. അവരുടെ FIR അതിൻ്റെ അളവും ഇതൊക്കെ പറയുന്നുണ്ട്. എത്രയോ ഗ്രാം കഞ്ചാവ്, പിന്നെ കഞ്ചാവ് ചേർത്ത പുകയില, പിന്നെ തുളയുള്ള കുപ്പി, പിന്നെ പപ്പായത്തണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല. ആണല്ലേ, ഈ കുപ്പിയിൽ ഇതിട്ടിട്ട് വലിക്കാനായിരിക്കും. പപ്പായത്തണ്ട്, ഇതൊക്കെയാണ് FIR പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വാർത്ത വന്നപ്പോൾ മീഡിയ വൺ പ്രതിഭയുടെ മകൻ എന്ന് കൊടുത്തിട്ടില്ല. അത് നമ്മൾ ക്ലാരിറ്റി വരുത്തേണ്ട കാര്യം. കാരണം എനിക്ക് ആ വാർത്തയുടെ ടെക്സ്റ്റ് അയച്ച് തന്നപ്പോൾ തന്നെ ഞാൻ പറയുന്നത് അങ്ങനെ കൊടുക്കരുത്. കാരണം പ്രതിഭയുടെ മകൻ എന്ന് കൊടുക്കേണ്ടതില്ല. ഒരു കേസിൽ ആളുകളെ പിടിച്ചു, ആരൊക്കെയാണ് പിടിച്ചത് അവരുടെ പേര് കൊടുത്തേക്കാം. ഇപ്പോൾ എന്ന് വേറെ പല മാധ്യമങ്ങളും പ്രതിഭയുടെ മകൻ എന്ന് MLA പ്രതിഭയുടെ മകൻ എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതൊരു ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. കാരണം ഇപ്പോൾ പ്രതിഭയുടെ മകൻ സ്കൂൾ യുവജനോത്സവത്തിൽ പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ചു എന്ന് വിചാരിക്കുക. കനിവ് 1ാം സ്ഥാനം നേടി എന്നല്ലല്ലോ വരിക. എന്താണ് MLAയുടെ അമ്മയുടെ വഴിയിൽ പ്രഭാഷണം എഴുതിയിൽ കത്തിക്കയറി മകനും എന്നൊക്കെ വരും. അത് ഈ പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളുടെ ഒരു സൗഭാഗ്യവും ദൗർഭാഗ്യവുമാണ്. അവരുടെ മക്കൾ നേട്ടങ്ങളുണ്ടാക്കിയാൽ അവരുടെ പേരിൽ ചേർത്ത് വരും. അവരുടെ മക്കൾ കുഴപ്പങ്ങൾ ചാടിയാലും കുഴപ്പങ്ങൾ ചേർത്ത് വരും. പക്ഷേ ഒരാൾ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് അയാളുടെ അച്ഛൻ്റെയോ അമ്മയുടെ പേര് അത് കൊടുക്കേണ്ടതില്ല എന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. പല മാധ്യമങ്ങളും അങ്ങനെ കൊടുത്തിട്ടുണ്ട്, മീഡിയ അങ്ങനെ കൊടുത്തിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു കേസ് ഉണ്ടായതായും അതിൽ ഇന്ന ആളുകൾ പിടിക്കപ്പെട്ടതായും വാർത്ത നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനോട് പ്രതികരിച്ച് 1-2 തവണയാണ് അവർ രംഗത്ത് വന്നത്. അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്നാമത്തേത് ഇപ്പം മകനോ മകളോ ആരോ ആട്ടെ ഒരു കേസിൽ പിടിക്കപ്പെട്ടു എന്നതിൻ്റെ പേരിൽ സ്വാഭാവികമായിട്ട് അമ്മക്ക് ആധിയുണ്ടാകും. പക്ഷേ അതിന് ഇത്ര ഒരു വലിയൊരു ഭൂലോക സംഭവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. മനുഷ്യന്മാർ തെറ്റുകളിൽ പെടും. അപ്പോൾ അതിന് ധീരമായിട്ട് അഭിമുഖീകരിക്കുക, മകന് അതിനെ ഫേസ് ചെയ്യണം. മകന് കുഴപ്പത്തിൽ പെട്ടുപോയതാണെങ്കിൽ അവന് ആത്മവിശ്വാസം നൽകണം, ഇനിയും പെട്ടുപോകാതിരിക്കാനുള്ള ജാഗ്രത നൽകണം. ഇപ്പോൾ കഞ്ചാവ് കേസിലാണ് വിട്ടിരിക്കുന്നത്. കഞ്ചാവ് വെച്ചാൽ 30 രാജ്യങ്ങളിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള, വേറെ 30 രാജ്യങ്ങളിലാണെങ്കിൽ ഇത് ലീഗലാണ്. എന്നുവെച്ചാൽ നിരവധി രാജ്യങ്ങളിൽ മെഡിസിനൽ പർപ്പസിന് ലീഗലാണ്, 30 രാജ്യങ്ങളിൽ റീക്രിയേഷണൽ പർപ്പസിനും ലീഗലാണ്. എന്ന് പറഞ്ഞാൽ വിമാനം കയറി വേറെ എവിടെയും പോയാൽ കുഴപ്പമില്ലാത്തൊരു വസ്തുവാണത്. ഞാനതിനെ ലഘൂകരിക്കുകയല്ല. ഞാൻ പറഞ്ഞ ഇപ്പോൾ അമേരിക്കയിലാണ് ഫെഡറൽ ലോ പ്രകാരം കഞ്ചാവ് നിരോധിച്ചത്. പക്ഷേ ആ രാജ്യത്ത് തന്നെ പല സ്റ്റേറ്റിലും ഇതിന് റിക്രിയേഷണൽ പർപ്പസിന് തന്നെ അനുവദിച്ചിട്ടുണ്ട്. എൻ്റെ മകൻ കഞ്ചാവ് കേസിൽ പെട്ടു, ആ കഞ്ചാവ് കേസിൽ പെട്ടത് വാർത്തയായി, അതുകൊണ്ടെന്തോ ഭൂകമ്പം സംഭവിച്ചിരിക്കുന്നു എന്ന മട്ടിൽ പ്രതികരിക്കുകയാണ് അവർ ചെയ്തത്.
ഒരു മനസ്സാന്നിധ്യമായിരുന്നു അവർ ആദ്യമായിട്ട് കാണിക്കേണ്ടിയിരുന്നത്. അത് അവർ കാണിക്കണമെന്നില്ല, ഏതൊരു രക്ഷിതാവും നമ്മൾ ഈ അമിതമായ ഒരു രക്ഷാകർത്തൃത്വ ബോധം എന്തിനാണ് എടുക്കുന്നത്? എൻ്റെ മകൻ കേസിൽപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഞാനിങ്ങനെ അസ്വസ്ഥമായി ഫേസ്ബുക്ക് ലൈവിൽ വന്ന് പ്രതികരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അവൻ കേസിൽപ്പെട്ടു, കേസിൽപ്പെട്ട് കഴിഞ്ഞാൽ അതിന് പരിഹരിക്കാനുള്ള നിയമവഴികളുണ്ട്. നമുക്ക് നിയമവഴികൾ എന്ന് പറയുമ്പോൾ ആ നിലയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരമ്മ എന്നുള്ള നിലയ്ക്ക്, ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് മകനോടുള്ള ഉത്തരവാദിത്തങ്ങളും കടപ്പാടുകളും സ്നേഹബന്ധങ്ങളുണ്ട്. അത് വെച്ച് ഞാൻ അവനുമായിട്ട് എൻഗേജ്മെൻറ്റുകളുണ്ട്. അത് ചെയ്തു തീർക്കുക. അത് എന്താണ്, പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെയും മനസ്സാന്നിധ്യത്തോടെയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ശരിയായ ഒരു പാരൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം എന്ന് വിചാരിക്കും. വെറുതെ നാട്ടുകാരോട് കിടന്ന് അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. കേസിൽപ്പെട്ട് കഴിഞ്ഞാൽ നോക്കൂ, ഇനി മാധ്യമങ്ങൾ വാർത്ത ചെയ്തില്ലെന്ന് നോക്കുക, നാട്ടിലെ സകല വാട്സപ്പ് ഗ്രൂപ്പിലും വരില്ലേ? വരില്ലേ? നമ്മൾ തന്നെ ഭാഗമായിട്ടുള്ള കുടുംബ ഗ്രൂപ്പിൽ വരില്ലേ? ഇത് കണ്ടില്ലേ അവൻ്റെ മോൻ പോയെടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഭാഗമായിട്ടുള്ള കുടുംബ ഗ്രൂപ്പിൽ വരും, നമ്മുടെ നാട്ടു ഗ്രൂപ്പുകളിൽ വരും. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അസ്വസ്ഥമാകുന്നത് എന്തിന്? ഇത് നോക്കൂ, ദീർഘകാലം പൊതുപ്രവർത്തന രംഗത്തുള്ള MLA ഒക്കെ ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴേക്ക് അതിനോട് പ്രതികരിച്ച രീതി തന്നെ ശരിയായില്ല എന്നാണ് എൻ്റെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് മീഡിയ വണ്ണുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞ കാര്യം. നോക്കൂ, മീഡിയ വണ്ണ് അവരുടെ പേര് പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു കേസ് ഉണ്ടായെന്നും പിടിക്കപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. പക്ഷേ മറ്റ് പല ചാനലുകളെയും ചീത്ത പറയുന്ന കൂട്ടത്തിൽ മീഡിയ വണ്ണ് സവിശേഷമായി അവർ പറയുന്നു. മീഡിയ വണ്ണിൻ്റെ ആലപ്പുഴയിലെ റിപ്പോർട്ടർ ഷൈജു അവരുടെ അടുത്ത സുഹൃത്താണ്. ഷൈജു വളരെ അടുത്ത സുഹൃത്താണ്, എനിക്കും അറിയാവുന്ന കാര്യമാണ്. അവരെ സുഹൃത്താണ് എന്ന് പറയുന്നതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. അവർക്ക് മതപരമായ കാരണങ്ങളായിരിക്കും അവരിത് ചെയ്തത് എന്ന് അവർ പറയുന്നതിൻ്റെ എന്താണ് അവർ പറഞ്ഞത് എന്ന് അവർ വിശദീകരിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഷൈജു അവൻ്റെ ഒരു മതപരമായ ഉത്തരവാദിത്വം വെച്ച് ചെയ്തതാണ് എന്നുള്ളതാണോ? അതല്ല പ്രതിഭ ഇന്നൊരു മതത്തിൽപ്പെട്ട ആളായതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളതാണോ? ഇനി അതല്ല മീഡിയ വൺ എന്ന് പറയുന്ന സ്ഥാപനം അവർ ഏതെങ്കിലും മതത്തിൽപ്പെട്ട ആളുകൾ നടത്തുന്നതായതുകൊണ്ട് അവരുടെ ഒരു കാര്യം എന്നുള്ള നിലയ്ക്ക് ചെയ്തതാണെന്നോ? അത് അവർ വ്യക്തമാക്കേണ്ടതുണ്ട്. എന്ത് തന്നെ അപ്പോൾ ഇനി ബാക്കി ചാനൽ അവർ കുറ്റം പറഞ്ഞ ബാക്കി ചാനലുകളും അതിൻ്റെ റിപ്പോർട്ടർമാരും ഉണ്ടല്ലോ, അതിൻ്റെ ഉടമസ്ഥന്മാരുണ്ടല്ലോ, അവർ മതമില്ലാത്ത ജീവനുകളാണോ? അവർക്ക് അവർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മതം വർക്ക് ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ ക്ലാരിറ്റി വരുത്തേണ്ടത്. പക്ഷേ അവർക്കത് ക്ലാരിറ്റി വരുത്താൻ പറ്റില്ല. അവരത് ചെയ്തതെന്ന് വെച്ചാൽ ഇത് വളരെ പെട്ടെന്ന് മീഡിയ വണ്ണിൻ്റെയും ഷൈജുവിൻ്റെയും കാര്യം വരുമ്പോൾ വളരെ പെട്ടെന്ന് മതം എടുത്ത് ഉപയോഗിക്കുന്നത് അവർ CPMൻ്റെ MLA ആണ്. CPM കുറച്ച് കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അതൊരു രാഷ്ട്രീയ തന്ത്രം എന്നുള്ള നിലയ്ക്ക് ചെയ്തുകൊണ്ടിരുന്ന പണിയായിരുന്നു. പക്ഷെ അത് ഈ പാർട്ടി സഖാക്കളുടെ ധമനികളിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയും ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു സഖാവ് MLA ആയിട്ടുള്ള ഒരാൾ ഒരു കേസിൻ്റെ പേരിലുള്ള റിപ്പോർട്ടിനോട് പ്രതികരിക്കുമ്പം യാതൊരു സാധൂകരണവുമില്ലാതെ ഇതുമായി ഒരു നിലക്കും ഒരു ബന്ധവുമില്ലാതെ മതം എന്ന ആയുധം എടുത്തിട്ടിട്ട് അടിക്കാൻ നോക്കുകയാണ്. മതമെടുത്ത് വീശുകയാണ് അവർ ചെയ്യുന്നത്. അങ്ങേയറ്റം കുടിലമായ കഞ്ചാവിനേക്കാൾ അപകടകരമാണ്. നമുക്ക് 300 ഗ്രാമോ മറ്റാണ്, 90 ഗ്രാം. ഇതിനേക്കാൾ എത്രയോ അപകടകരമായിട്ടുള്ള വിഷലിപ്തമായിട്ടുള്ള കൊടിയ വൃത്തികേടാണ് ഈ MLA ചെയ്തിരിക്കുന്നത്. അവരതിന് മാപ്പ് പറയണം. എന്താ തോന്നുന്നു? ഈ വാർത്ത വരുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇതിൻ്റെ ടെക്സ്റ്റ് ഷെയർ ചെയ്ത് നമ്മുടെ എഡിറ്റർ പ്രമോദ് രാമൻ പറഞ്ഞത് അത് കൊടുക്കരുത്. അപ്പോൾ ദാവസാഹിബ് തീരുമാനിച്ചായിരിക്കും, അങ്ങനെ ആ തീരുമാനമായിരിക്കും ഉറപ്പാകുന്നത്. ഇങ്ങനെ ഇവരുടെ പേര് കൊടുക്കരുത്, പകരം ഇയാളുടെ അഡ്രസ്സ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിനോട് പ്രതികരിച്ചത് എന്തിനാണ് ആ വാർത്ത കൊടുക്കുന്നതെന്നാണ്. അതിന് കാരണം നമ്മുടെ നാട്ടിലെ എക്സൈസ് ഒരു പ്രത്യേകതരം ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരെങ്ങനെ വെച്ചാൽ ഒരു ഉദാഹരണം പറയാം. 2-3 വർഷം മുമ്പ് നമ്മുടെ ഡെസ്കിലൊരു വാർത്ത വന്നിരുന്നു. 350 മില്ലി വാറ്റുചാരായവുമായി ഒരാളെ എക്സൈസ് പിടികൂടി. അതൊരു വാർത്ത പോലുമല്ല ആക്ച്വലി. 350 മില്ലി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ എമൗണ്ടാണ്. ചിലപ്പോൾ അയാൾ കുടിക്കാൻ വേണ്ടി എടുത്ത് വെച്ചായിരിക്കും. അതിപ്പോൾ കേസായാൽ തന്നെയും വളരെ ലഘുവായ വകുപ്പുകളാണ്. ഇപ്പോൾ ഈ യുവാക്കളുടെ എതിരെ കേസെടുത്ത് പോലും ഈ 90 ഗ്രാം എന്ന് പറയും. ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടായിരിക്കാം, അറിയില്ല, നമുക്കറിയില്ല. ചിലപ്പോൾ അങ്ങനെ കുറച്ച് കാണിച്ചതായിരിക്കാം, ഒന്നും നമുക്കറിയില്ല. അത് സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന ഒരു വകുപ്പാണ്. അവരപ്പോൾ തന്നെ വിട്ടയക്കുക തന്നെ. അത് കേസെടുത്തു എന്ന് തന്നെ കരുതുക. കേരളത്തിൽ എത്രയോ പേരെ അങ്ങനെ പിടിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഡാൻസ് ഓഫ് സംഘങ്ങളാവട്ടെ, എക്സൈസ് ആവട്ടെ, കയ്യിൽ ചെറിയ ഒരു 100 ഗ്രാമിൽ താഴേക്ക് കഞ്ചാവോ ലഹരി വസ്തുക്കളായിട്ട് എത്രയോ പേര് പിടിക്കുന്നുണ്ടാവും. അതൊന്നും വാർത്തയാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പ്രതിഭ MLAയുടെ മകൻ അങ്ങനെ ഒരു കുറ്റം ചെയ്തു, അത് വാർത്തയാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതൊരു വാർത്തയല്ല. അത് വാർത്തയാക്കേണ്ട ആവശ്യം. അത് വാർത്താമൂല്യം വരുന്നത് എന്തുകൊണ്ടാണ്? അത് പ്രതിഭ പറയുന്ന കാര്യത്തിൽ കറക്റ്റ് ഉണ്ട്.
ഇപ്പോൾ കറക്റ്റായ ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മകനായതുകൊണ്ടാണ് അത് വാർത്തയാവുന്നത്. അതർവൈസ് മറ്റു ചാനലുകളിൽ വാർത്തയാവും. എനിക്ക് തോന്നുന്നില്ല അത് വാർത്തയാവുന്നുള്ളത്. ഇപ്പോൾ കഞ്ചാവ് പിടിച്ച എത്രയോ വാർത്തകൾ കേരളത്തിലെ ഓരോ ജില്ലകളിലും വരുന്നുണ്ട്. അതും 1 കിലോയും 2 കിലോയും 3 കിലോയും 100 കിലോ വരെ പിടിക്കുന്നുണ്ട്. അതൊക്കെ ആരും ഒരു വാർത്ത എന്ന തരത്തിൽ ആരും ശ്രദ്ധിക്കാറ് പോലും ഇല്ലല്ലോ. അപ്പോൾ ഇത് വാർത്തയാവുന്ന പ്രതിഭയുടെ മകനായതുകൊണ്ടാണ്, അതുകൊണ്ടാണ് അത് വാർത്തയാക്കിയത്. ഇതിലേറ്റവും വലിയ പ്രശ്നം മീഡിയ വൺ ആ വാർത്ത ചെയ്തില്ല, അങ്ങനെ വാർത്ത കൊടുത്തിട്ടേ ഇല്ല എന്നിരിക്കെ അവരത് അന്ന് തന്നെ അവരൊരു ഫേസ്ബുക്ക് ലൈവിൽ വന്നിട്ട് ഒരു പ്രത്യേക ചാനലിന് കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് വീഡിയോ ചെയ്തിരുന്നു. അത് അവരുടെ പ്രതികരണം വന്നപ്പോഴാണ് നമ്മുടെ റിപ്പോർട്ടറും മറ്റൊരു ചാനൽ റിപ്പോർട്ടറും പോയിട്ട് അവരുടെ പ്രതികരണം എടുക്കാൻ ചെന്നത്. ആ പ്രതികരണം നമ്മൾ എന്ത് ചെയ്യുന്നു, അവർ പറയുന്ന കാര്യം നമ്മൾ കൊടുത്തു, ഇതിലിങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പറയുന്ന നമ്മൾ കൊടുത്തു. പിന്നീട് FIR വന്നപ്പോൾ അവർ പിന്നെയും മറ്റ് ചാനലുകൾ കുറ്റം പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് ലൈവിൽ വന്നു. മറ്റ് ചാനലുകളുടെ റിപ്പോർട്ടറെയൊക്കെ വളരെ അധിക്ഷേപകരമായിട്ട് അവർ സംസാരിക്കുന്നുണ്ട്, വളരെ അധിക്ഷേപകരമായിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അപ്പോഴാണ് FIR പുറത്തു വരുന്നത്. FIR നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വാർത്തയാക്കി. FIR വാർത്തയാക്കി കഴിയുമ്പോഴാണ് പിന്നെ അവർ വന്നിട്ടൊരു ഫേസ്ബുക്ക് ലൈവിൽ പറയുന്നത് എന്ത്, ഈ നമ്മുടെ റിപ്പോർട്ടർ ഷൈജു മതപരമായ കാരണങ്ങളാലായിരിക്കും അത് കൊടുത്തത്, എൻ്റെ സുഹൃത്താണ് എന്ന് പറയുന്നത്. അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ അത് ദാവൂദ് സാഹിബ് പറഞ്ഞ പോലെ അത് വലിയ അപകടമാണ് എന്ന് പറയാൻ കാരണം അത് പാർട്ടിയുടെ ഒരുപക്ഷെ ഇത് ചെയ്യുന്നതൊക്കെ അവർ 2 രീതിയിൽ അവർ പ്രൊവോക്കേറ്റീവ് ആയിട്ടുണ്ടാവും. ഒന്ന്, തൻ്റെ മകനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എക്സൈസിൽ ചിലർ അത് കുടുക്കിയതാണ് എന്നൊരു സംശയം അവർക്ക് വന്നിട്ടുണ്ടാവും. കാരണം അത്രമാത്രം അവർ പരിഭ്രാന്തിയായിട്ടാണ് ഈ വീഡിയോകളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്. അത് നമുക്കറിയാം, കായംകുളം എന്ന് പറഞ്ഞ പാർട്ടിയിലെ വിഭാഗീയതയുടെ ഒരു കൂടാരാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തനിക്കെതിരെ വന്ന ഒരു ഗൂഢാലോചനയാണോ ഇങ്ങനെ ചെയ്തത്, ഈ വാർത്ത വരുന്നതിൻ്റെ പിന്നിൽ പോലും അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് അവർ ഭയക്കുന്നുണ്ടാകാം. അപ്പോൾ അവിടെ വിഭാഗീയതയിൽ ഒരു ഭാഗത്ത് പ്രതിഭയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം മീഡിയ വണ്ണിനെ മതപരമായി കാരണങ്ങളാണ് മീഡിയ വൺ അത് വാർത്ത ചെയ്യുന്നതെന്ന് സംശയിക്കുന്നതിൻ്റെ ഒരു കാരണം അത് പാർട്ടിയുടെ ഈ ഇസ്ലാമോഫോബിക് പ്രചാരണം മാത്രമല്ല, ഈ പ്രദേശത്ത് പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ലയിൽ, കൊല്ലം ജില്ലയിൽ, തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഡെമോഗ്രാഫിക് പൊളിറ്റിക്സ് ചേഞ്ച് ഉണ്ട്. ആ ചേഞ്ചിൻ്റെ ഭാഗം കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് CPM നടന്ന ഈ പ്രചാരണത്തിന് വശംവതിയായി പ്രതിഭ അങ്ങനെ ചെയ്യാനാണെങ്കിൽ പ്രതിഭ ഇതിനു മുമ്പും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതിനു മുമ്പും CPM അത് ചെയ്യുന്നുണ്ട്. സംഘപരിവാറിൻ്റെ പ്രചാരണം ഈ ജില്ലകളിൽ, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ പോപ്പുലേഷനിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതിൻ്റെ ഒരു അപകട സൂചന കൂടിയാണ് പ്രതിഭ പറഞ്ഞതിൻ്റെ കാരണം. ആ അപകട സൂചന എന്ന് പറഞ്ഞാൽ ഒരുപാട് വോട്ടുകൾ CPMൽ നിന്ന് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒലിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ കാരണമാണ് പ്രതിഭയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ. അത് ഏറ്റവും ശക്തമായ മുന്നറിയിപ്പ് CPMന് തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM അത് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ മനസ്സിലാക്കിയിട്ടില്ല, അവർ തിരുത്താൻ തയ്യാറായിട്ടില്ല. ആ നിലവിലെ അപകടത്തെ അതേ പ്രശ്നം കൊണ്ട് തന്നെ മറികടക്കാം, അതേ ഇഷ്യൂ കൊണ്ട് മറികടക്കാമെന്നാണ് CPM കരുതുന്നത്. പക്ഷെ അതൊരു കൈവിട്ട കളിയാണ്. നമ്മൾ മുമ്പും പറഞ്ഞ പോലെ CPM ചെയ്തുകൊണ്ടിരുന്ന കൈവിട്ട കളിയുടെ ഒരു ലക്ഷണം മാത്രമാണ് പ്രതിഭയുടെ വായിൽ നിന്ന് പുറത്തു വരുന്നത്. ഓക്കെ, മകൻ ഇങ്ങനെ ഒരു കേസിൽ പെടുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന സ്വാഭാവികമായ രോഷവും സങ്കടവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ അവർ ഉപയോഗിക്കുന്ന ഈ വിഷവാചകം അത് വിശദീകരിക്കാൻ നിശ്ചയമായും അവർക്ക് ബാധ്യതയുണ്ട്.